ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ വളരെയധികം ആവേശത്തോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. അത് സിനിമാ പ്രേമി മാത്രമല്ല, അദ്ദേഹത്തിന്റെ മോഹൻലാൽ ഹേറ്റേഴ്സ് പോലും വളരെയധികം ആവേശത്തോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു. അതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് അതിന് കിട്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ആയിരുന്നു. പിന്നെ ലൂസിഫർ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മേക്കിംഗ് ആയിരുന്നു. അതിന്റെ ഒരു എൻഡിങ്ങിലെ ആ ഒരു പോർഷൻ ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. പിന്നീടുള്ളത് ഡയറക്ടർ പൃഥ്വിരാജ് ആണ് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതിന്റെ മറ്റു തീമായാലും അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു എമ്പുരാൻ എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ഇന്നലെ റിലീസ് ആവുകയും ചെയ്തു. ഇപ്പോൾ വളരെയധികം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, സ്പോയിലർ ആരും തന്നെ പുറത്ത് പറയരുതേ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു അതിനർത്ഥമില്ലാതായി പോകും ഒരിക്കലും. അതായത് ഇപ്പോ എമ്പുരാൻ എന്ന് പറയുന്നത് ഇപ്പൊ മലയാളത്തിൽ തന്നെ വലിയൊരു പല കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്ന, മലയാളം ഇൻഡസ്ട്രിയിൽ പുതിയ പല കാര്യങ്ങളും കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഫിലിമായിട്ടാണ് കണ്ടത്. അതെ, അതുകൊണ്ട് തന്നെയാണ് റെക്കോർഡുകൾ, അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ട് തന്നെ റെക്കോർഡുകൾ മറികടന്ന ഒരു സിനിമയായിരുന്നു. ലിയോയെ ആയാലും പുഷ്പ 2 ആയാലും അതിന്റെ എല്ലാ ഒരു മറികടക്കൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് റെക്കോർഡുകൾ മറികടക്കാനും കിടക്കുന്നു. ആ ഒരു സമയത്താണ് ഇപ്പൊ അതിനൊരു നെഗറ്റീവായിട്ട് ഈ സിനിമയുടെ ഒരു വ്യാജ പതിപ്പ് മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും ഒരു സിനിമാ പ്രേമി അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് വ്യാജ പതിപ്പ് ഇറങ്ങുക എന്ന് പറയുന്നത്. അത് സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഡേ തന്നെ ഇറങ്ങിയപ്പോഴേ ഉള്ളൂ അപ്പൊ തന്നെ വ്യാജ പതിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു. പ്രതീക്ഷിച്ച് നമ്മളെല്ലാരും കൂടെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ജനങ്ങൾക്കിടയിൽ. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എങ്ങനെയല്ലേ മനസ്സ് വരുന്നു. ഇപ്പൊ ഇറങ്ങി അതിന്റെ റിലീസ് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ ചിന്തിക്കേണ്ട സമയത്ത് കാണാൻ തന്നെ എത്രയോ പേര് ക്യൂല് നിൽക്കുകയാണ്. ഇപ്പോഴും ഈ ഒരു മൈൻഡ് മാറിയിട്ടില്ല ആർക്കും. ആ ഒരു ആഘോഷമാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തില് ഒരു ഉത്സവം നടക്കുന്നത് പോലെ, ഒരു തൃശ്ശൂർ പൂരം പോലെയാണ് ഇപ്പോ എമ്പുരാൻ ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുന്നത്, ഇപ്പൊ ഒരു കാഷ്വൽ ടോക്കിൽ ഇടയിൽ വരുന്നത്, നീ എമ്പുരാൻ കണ്ടോ, അത് കണ്ടോ? കാരണം അങ്ങനെ കേൾക്കണ്ട ബാക്കിയുള്ള കഥകൾ. അങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്ര എക്സൈറ്റഡ് ഇരിക്കുന്ന ഒരു മൂവി ഇപ്പൊ വ്യാജപതിപ്പോടെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, പ്രേമോ എന്ന മൂവി, അതും ഇതുപോലെ വ്യാജപതിപ്പ് ഇറക്കിയതോടെ ശരിക്കും ആ ഒരു സിനിമ നല്ല റെക്കോർഡോടെ മുന്നിട്ട് വരേണ്ട ഒരു സിനിമയായിരുന്നു. പല റെക്കോർഡുകളും മറികടക്കേണ്ട ഒരു സിനിമയായിരുന്നു. അത് വ്യാജപതിപ്പ് ഇറക്കിയതോടെ അതിന്റെ ആ ഒരു ഇത് കുറയും. എല്ലാവരും അങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇരുന്ന് കാണുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ആ ഒരു സിനിമ എടുത്തിട്ടുള്ള ആ ഒരു ക്രൂ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സിനിമാ പ്രേമികളായാലും ശരിക്കും സങ്കടത്തിലാക്കുന്ന ഒരു കാഴ്ചയാണത്. വളരെ മോശമായിട്ടുള്ള നടപടിയാണ് അത്. സർക്കാർ ആണെങ്കിലും പോലീസ് ആണെങ്കിലും കൃത്യമായി അതിനെതിരെ ഒരു നടപടി എടുക്കണം. ഇത്രയും ആഘോഷമാക്കി ഇത്രയും ട്രസ്റ്റോടു കൂടി ഒരു ഫിലിം അവതരിപ്പിക്കുമ്പോൾ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ എത്തിക്കഴിയുന്നതിന് ഒരു റിസൾട്ട് ഉണ്ടാവുന്നതിന് മുന്നേ, അതിന് റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അതിനൊരു കംപ്ലീറ്റ്ലി അതിനെ എടുത്തു മാറ്റി കളയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് എഫേർട്ട് ഇട്ട എല്ലാവർക്കും, അതായത് പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും അത് സംവിധാനം ചെയ്ത ആൾക്കാർക്കാണെങ്കിലും അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനാണെങ്കിലും വളരെ വലിയൊരു തിരിച്ചടിയാണ്. അല്ലെ, അവരുടെയൊക്കെ ലൈഫിൽ എത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലിം ആയിരിക്കും അത്. അതെ, അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് മാറി നമ്മളൊരു ഫോണിലിരുന്ന് കാണുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വേറെ രീതിയിലായിരിക്കും. അത്തരത്തിലിരുന്ന് കാണുന്നവർ ശരിക്കും എന്നിട്ട് കണ്ടിട്ട് കൊള്ളൂല, സിനിമ നെഗറ്റീവ് ആണ്, അതാണ് ഇതാണെന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള ഒരു വിലയെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, അതിപ്പോ പോയി തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിട്ട് നമ്മുടെ ഒരു അഭിപ്രായം പറയുന്നതിന് പിന്നെ ഉണ്ട് വാല്യൂ. കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് ഒരു ഭാഗത്തുനിന്ന് ചെറുതായിട്ട് പൊട്ടിമുളക്കുന്നുണ്ട്. എന്നാൽ പോലും ആ നെഗറ്റീവ് കമന്റ്സിനെ അടക്കം മറിച്ചുകൊണ്ടാണ് ആൾക്കാര് തിയേറ്ററിലേക്ക് അടിച്ചു കയറുന്നത്. നെഗറ്റീവ്സ് ഒന്നും ഇപ്പൊ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിനെ ആരും മുഖവിലേക്ക് എടുക്കുന്നില്ല. പോസിറ്റീവ് മാത്രം കാര്യങ്ങൾ കൊണ്ടും എമ്പുരാൻ എവിടെയും താഴെ നിൽക്കുന്നില്ല. എമ്പുരാന് ഹൈ മാത്രമേ ഉള്ളൂ, താഴ്ചയില്ല ഇപ്പോഴും. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ റിവ്യൂസ് ഒക്കെ കുറെ റിവ്യൂറൊക്കെ സിനിമ കണ്ടതിന് ശേഷം വന്നിരുന്ന് പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ റിവ്യൂ കണ്ടിട്ട് പോരുന്ന സിനിമ കാണാൻ നിൽക്കരുത്. നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെടും, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് സിനിമ എന്ന് പറയുന്നത്. അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവില്ല നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആ ട്രെയിലർ ആയാലും ടീസറിലായാലും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറെ ഉണ്ട്. അതായത് തിയേറ്റർ എക്സ്പീരിയൻസിൽ കുറെ സാധനമുണ്ട്. അപ്പൊ അത് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നമ്മൾ ഓരോരുത്തരും കാണണം എന്ന് കരുതി വെച്ചിരിക്കുന്ന ഒരു സാധനം മറ്റൊരാൾ പറഞ്ഞതിന്റെ പേരിൽ കാണാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു വ്യൂ പോയിന്റ്സ് ആയിരിക്കില്ല നമുക്കുണ്ടാവുന്നത്. സോ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് കൊള്ളാവോ എന്നുള്ളത് നമ്മളാണ് വിലയിരുത്തേണ്ടത്. സോ എല്ലാവരും കാണുക, അല്ലെ, പ്രതീക്ഷിച്ചിരിക്കുന്നത് ഉണ്ടോ അല്ലെ അതിൽ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളതിനേക്കപ്പുറം
നമ്മൾ കാണുക, കണ്ടിട്ട് അത് പക്ഷേ എക്സ്പീരിയൻസ് എനിക്ക് ചെയ്യാം. തോന്നുന്നു ഈ എമ്പുരാൻ സിനിമ വന്നതോടെ തന്നെ മറ്റു പല വിവാദങ്ങളും പൊട്ടിമുളയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉണ്ട്. അതൊരു ഹിന്ദുത്വത്തിനെ അതെ അടിച്ചമർത്തുന്ന അതെ, പുതിയ രീതിയിൽ, പുതിയ വാദങ്ങളൊക്കെ അതെ, ഉന്നയിക്കുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വർ ആയാലും പറയുന്നുണ്ടായിരുന്നു, ഹിന്ദുത്വത്തിനെ മറയാക്കിയിട്ട് അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെ അടിച്ച് അമർത്തി. അമർത്താൻ വേണ്ടിയിട്ട് ഇസ്ലാമിസ്റ്റിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് മോഹൻലാലിനെ ഉപയോഗിച്ചിരിക്കുന്നത്, സംവിധായകൻ പൃഥ്വിരാജ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ശരിക്കും ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു തീർച്ചയായും. എന്റർടൈൻമെന്റ് പർപ്പസിൽ ഒരു മൂവിയാണ്. ആ ഒരു മൂവി ഒരു കൊമേഴ്ഷ്യൽ ഒരു മൂവിയും movie കൂടിയാണ്. എന്ന് അപ്പൊ ഒരു പറയുമ്പോൾ- മൂവി എന്ന് പറയുന്നത് അതെ. ശരിക്കും ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യുക എന്ന പർപ്പസ് മാത്രമേ ഉള്ളൂ. അതെ. പിന്നെ ചില സിനിമകളിൽ എന്തെങ്കിലും ഒരു ഐഡിയയും കൂടി പറഞ്ഞു റിയലിസ്റ്റിക് കൊടുക്കുന്നുണ്ടാവും. ആയിട്ടുള്ള സ്റ്റോറീസും ചിലപ്പം ബേസ് ചെയ്ത് കഥ ചെയ്യുന്നുണ്ടാവാം. അതെ. എന്നാൽ പോലും എന്റർടൈൻമെന്റ് ആയിട്ട് വരുന്ന ഫിലിംസ് ആണെങ്കിലും ഏത് തരം ഫിലിംസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ കണ്ട് ആസ്വദിക്കുക, അല്ലെങ്കിൽ അത് ഫിലിമാണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതെ. അല്ലാതെ അതിലും ഒരു മതം കൊണ്ടുവന്ന് ചിന്തകളെ മാറ്റി അങ്ങനെയൊക്കെ കീറി മുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഉണ്ടോ എന്നാണ് മനസ്സിലാവുന്നത്. ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ മറ്റൊരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നത്, എന്റെ മേടെ ജിമിക്ക് കമ്മൽ, അങ്ങനെ കുറെ ചിന്തചുരം ഇടയ്ക്ക് വന്നിച്ചിട്ട് ഒരു വിവാദം ഉണ്ടായില്ലായിരുന്നു. എന്റെ അപ്പൻ കമ്മല് കട്ടുകൊണ്ട് പോയി, എന്തിനു കട്ടുകൊണ്ട് പോയി, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അതുപോലത്തെ ഒരു ന്യൂസാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. മുസ്ലിംസിനെ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നു. ഇതൊക്കെ ശരിക്കും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അങ്ങനെ ഒന്നുമല്ല. സിനിമ എന്ന് പറയുന്നത് സിനിമ എന്റർടൈൻമെന്റ് ആയിട്ട് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് പോയി കാണുക. ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്, ഒരുപാട് പേരുടെ സഹനമുണ്ട്, ഒരുപാട് പേര് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വിഭാഗത്തിലുള്ളവർ, അത് ടെക്നിക്കൽ ടീം ആണെങ്കിലും ശരി, ആക്ടേഴ്സ് ആണെങ്കിലും ശരി, അതിലുള്ള എല്ലാവരും, പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ശരി, എടുത്തു പറയേണ്ടതാണ്. എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു മൂവി പുറത്തു കൊണ്ടുവരുന്നത്. സോ നമ്മളത് അത്രയും വാല്യുബിൾ ആയിട്ട് നമ്മളത് കാണണം. ആ മൂവി എല്ലാരും പോയി കാണാൻ, ഓരോരുത്തർ പേഴ്സണലി അഭിപ്രായം. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഈ ഒരു വ്യാജ പതിപ്പ് കാണാൻ നിൽക്കാതെ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിരുന്ന് കാണുക. വ്യാജ പതിപ്പൊക്കെ കാണുന്നത് ശരിക്കും വളരെ മോശമാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഇരുന്ന് കാണരുത് ഒരിക്കലും. മോശമാണ്. അതെ. ഇപ്പൊ വന്നിട്ടുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതപ്പോ തന്നെ ഡിലീറ്റ് ആയിക്കോ, അല്ലെങ്കിൽ പോലീസ് നിങ്ങളെ തേടി എത്തുമെന്ന് എനിക്ക് പറയാനുള്ളത്.